സർവകലാശാലാ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുമായി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തു. സർവകലാശാലകളിലെ VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉടൻ പ്രതിനിധിയെ അയക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, സർവകലാശാല വിഷയത്തിലാണ് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ സർവകലാശാല വിഷയങ്ങളിലൊക്കെയും വലിയ തലയിടൽ നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ശക്തമായ ഇടപെടലാണ് നടത്തുന്നത്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത ഒരു നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർവകലാശാലകളിലെ VC നിയമനത്തിലെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉടൻ പ്രതിനിധി അയക്കാനും ഇന്നലെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലേക്ക് എല്ലാം കത്തുകൾ അയച്ചു. 8 സർവകലാശാലകളിലാണ് കത്തുകൾ അയച്ചിരിക്കുന്നത്. സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഇതിൽ തെരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റി, ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളുകളെ നിർദ്ദേശിക്കാൻ നേരത്തെ തന്നെ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അതിന് കൃത്യമായ മറുപടി ലഭിക്കാത്തത് കൊണ്ട് ഗവർണർ തന്നെ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. VC നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായ ഇടപെടൽ സർവകലാശാലകളിൽ നിന്നുണ്ടാകണം. അല്ലാത്ത പക്ഷം ഗവർണർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളുകളെ നിയമിക്കും. അതിനുശേഷം VCമാരെ സ്വന്തം തലത്തിൽ തന്നെ നിയമിക്കാനുമാണ് തീരുമാനം. അതിനെതിരെ താക്കീതാണ് കഴിഞ്ഞ ദിവസം നൽകിയത്. അതോടൊപ്പം തന്നെ സർവകലാശാല വിഷയങ്ങളിൽ ഈ ഒരു പ്രധാനമായി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. സർവകലാശാലയിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ അധ്യാപകരായ ഡോക്ടർ P. രവീന്ദ്രൻ, ഡോക്ടർ വാസുദേവൻ TM എന്നിവരുടെ നോമിനേഷൻ തള്ളിയ ഒരു ഘട്ടത്തിലാണ് ഇതിനെതിരെ നടപടി ആയി സ്വീകരിച്ചുകൊണ്ട് സ്റ്റേ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് സെനറ്റ് അംഗം ഡോക്ടർ VM ചാക്കോയും അതോടൊപ്പം അധ്യാപകരും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഈ ശക്തമായ നടപടിയെടുത്തിരിക്കുന്നത്. വിഷയത്തിൽ രേഖകൾ ഹാജരാക്കാൻ ഗവർണർ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർ ഇപ്പോൾ വലിയ രീതിയിലുള്ള കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ ഇടപെടലുകൾ തന്നെയാണ് സ്വീകരിച്ചു വരുന്നത്. സാധാരണഗതിയിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാടല്ല ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതോടൊപ്പം ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും സർവകലാശാലകളിൽ തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഘട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നടപടി കടുപ്പിക്കുന്നത്. ഏതായാലും സർവകലാശാല വിഷയങ്ങളിലെല്ലാം ഗവർണർ തന്റേതായ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. അതില വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.